ടോം ചാക്കോ അഭിനയിക്കുന്ന പുതിയ സിനിമയായ ബൈബിളിയോയുടെ സംവിധായകൻ സാജൻ കുര്യൻ ലഡാക്കിലെ അതിശൈത്യത്തിൽ മരിച്ചു. ചിത്രീകരണത്തിനിടെ -24 തണുപ്പിലാണ് മരണം. തൃശൂർ സ്വദേശിയാണ് സാജൻ. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, എന്തായിരുന്നു സംഭവം? സ്വരാജ്, ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് നവാഗത സംവിധായകനായ സാജന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സാജൻ സമയ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ലഡാക്കിൽ സിനിമ ചിത്രീകരണം നടക്കുകയായിരുന്നു. മലയാള സിനിമയായ ബബ്ലിയോയുടെ ചിത്രീകരണമാണ്. അതിന്റെ സംവിധായകനാണ് സാജൻ. ഇന്നലെ തന്നെ അതിൽ ഒരു ഭാഗത്തോളം ഷൂട്ടിംഗ് ഒക്കെ പൂർത്തിയായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം തന്റെ താമസിക്കുന്ന മുറിയിലേക്ക് പോയി. ഇന്ന് രാവിലെ ആ മുറിയിലേക്ക് സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകർ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല. തുടർന്ന് അവർ മുറിയിലെത്തി. ഹോട്ടൽ അധികൃതരുടെ സഹായത്തോടുകൂടി മുറിയുടെ വാതിൽ തുറന്ന് ആണ് ഉള്ളിലേക്ക് കടന്നത്. അപ്പോൾ സാജൻ വളരെ അത്യാസന്ന നിലയിൽ ഉള്ളിൽ കിടക്കുകയായിരുന്നു എന്നാണ് അണിയറ പ്രവർത്തകർ അറിയിക്കുന്നത്. എന്തായാലും ആംബുലൻസ് ഇപ്പോൾ വിളിച്ചു. പക്ഷേ ആംബുലൻസ് എത്തി ആശുപത്രിയിൽ എത്തിക്കാനല്ല, അതിനു മുമ്പ് തന്നെ മരണം സംഭവിച്ചു. 33 വയസ്സുകാരനാണ് സാജൻ. ലഡാക്കിലാകട്ടെ -24 ഇപ്പോൾ തണുപ്പ്, അതിശൈത്യം. ഈ അതിശൈത്യമാണ് മരണകാരണമെന്നാണ്. ശരി സന്തോഷ്, തിരികെ വരാം. ഇപ്പോൾ നടനും സംവിധായകനുമായ ജോയ് മാത്യു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജോയ് മാത്യു, സാജനെ താങ്കൾക്ക് എത്ര കാലമായി അറിയാം? അദ്ദേഹത്തിന്റെ ഒരു അകാല വിയോഗം കൂടിയാണ്. സാജന എനിക്ക് വളരെ ദീർഘനാളത്തെ പരിചയമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് പരിചയപ്പെട്ടെന്ന് തോന്നുന്നു. അവരുടെ അദ്ദേഹത്തിന്റെ നോവലായ ബൈബിളിയോ എന്നുള്ള പുസ്തകം, ഈ സിനിമയെ സംബന്ധിക്കുന്ന പുസ്തകമാണ്. അതിന്റെ പ്രകാശനത്തിന് എന്നെ ക്ഷണിച്ചു. അപ്പം റസൂൽ പൂക്കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും പോയി. ഷൈൻ ടോം ചാക്കോ ആണ് പ്രധാനമായിട്ട് ഇതിൽ അഭിനയിക്കുന്നത്. അപ്പം ഷൈൻ വിളിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. അവിടെ അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാജൻ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സാറിനൊന്ന് കാണണം, നേരിട്ട് കാണണം, സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വരാൻ പറഞ്ഞു. വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ പടത്തിൽ ഒരു ചെറിയ വേഷം ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞാലൊന്നും എനിക്ക് വരാൻ പറ്റില്ല, എൻ്റെ ഷെഡ്യൂളൊക്കെ അങ്ങനെയാണ്. അല്ല, 2 ദിവസം ലഡാക്ക് വരെ വന്നാൽ മതി, അത് ലഡാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യേണ്ടതാണ്, ഇപ്പോഴാണ് അതിൻ്റെ സമയം. അങ്ങനെ ഞാൻ സമ്മതിക്കുക ചെയ്തു. അപ്പോൾ ഷൈനും നിർബന്ധിച്ചു, മതിയായിട്ട് നമുക്ക് ഒരു യാത്രയിലേ പോവാം. അപ്പോൾ ഞാൻ എൻ്റെ സ്വാഭാവികമായ ഒരു എടുത്തിയാട്ടം, അതുകൊണ്ട് ഞാൻ ശരി പറഞ്ഞു. പോയി അവിടെ ചെന്നു, ഷൂട്ട് ചെയ്തു. അപ്പം തന്നെ നമുക്കറിയായിരുന്നു അവിടെ ക്ലൈമറ്റും ഒക്കെ തയ്യാറാണ്. എന്റെ ഷൂട്ടിംഗ് ഭാഗം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നു. ഞാൻ ബോംബെയിലുള്ളത്. വലിയൊരു റിസ്ക്കാണ് സംവിധായകൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എടുത്തത് ശരിക്കും. അതെ, ശരിക്കും മുൻകരുതലില്ലാതെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് താഴെയുള്ള ഒരു ടൗൺ ഉണ്ട്, അവിടെ നിന്ന് തിരിച്ചു പോരാൻ വേണ്ടി കാറ് വരെ ഏർപ്പാടായി. ഞാൻ പറഞ്ഞാൽ തിരിച്ചു പോവാണെന്ന് പറഞ്ഞു. അപ്പൊ ഇയാളുടെ സങ്കടം കണ്ടപ്പോൾ, ഇയാളെ മുഖത്ത് ഈ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ കാരണം ഇയാളുടെ ജീവിതാഭിലാഷം മുടങ്ങണ്ട, ശരി പോയിക്കളയാം. അങ്ങനെ എന്നെ കൽപ്പിച്ചു പോയി. പക്ഷെ അത് മരണത്തിലേക്കുള്ളൊരു പോക്കായിരുന്നു എന്നുള്ളത് പറയില്ലായിരുന്നു. കാരണം അതിന്റെ വലിയൊരു കാര്യം എന്താ വെച്ചാൽ, ഈ വേഷം അഭിനയിച്ചതും ഒക്കെ തന്നെ മരണത്തെ സംബന്ധിക്കുന്ന, അതായത് സാത്താനും ജീസസ് ക്രൈസ്റ്റും തമ്മിലുള്ളൊരു മരണത്തെ സംബന്ധിക്കുന്ന സംഭാഷണമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ലേക്കിലേക്ക്, പനാങ് ലേക്കിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു സീനാണ് എടുത്തത്, ലാസ്റ്റ് സീൻ. അങ്ങനെയാണ് ദുരന്തം. അല്ല, അവിടെ മുൻകരുതലുകൾ. അതെ, അത് തന്നെയാണ്. ഈ ലഡാക്കെ പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയേറെ, താങ്കൾ അവിടെ ഷൂട്ടിലായിരുന്നു എന്ന് നേരത്തെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ അതിശൈത്യം തുടരുന്ന, അല്ലെങ്കിൽ അതിശൈത്യത്തിന്റെ ഒരു ആരംഭ കാലഘട്ടമാണ് ഇനി ഡിസംബർ ജനുവരി കാലഘട്ടത്തിൽ. അത്യന്തം റിസ്കിയായ ഒരു ജോലിയാണ് അവിടെ ഷൂട്ട് ചെയ്യുക എന്നത്. വലിയ ഒരു ക്രൂ തന്നെ ഇതോടൊപ്പം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ക്രൂ ഇല്ല. അതാണ് ഇതിന്റെ വലിയ തമാശ. വലിയ ക്രൂ ഇല്ല. അങ്ങനെ മെഡിക്കൽ എന്താ പറയാ, ഫസ്റ്റ് എയ്ഡോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ 6 ആളോ 7 ആളോ, പിന്നെ അവിടുത്തെ ലോക്കൽസ് 2 ലഡാക്കിയൻ 2 ഡ്രൈവർമാരും മാത്രമേ ഉള്ളൂ. അങ്ങനെ വലിയ ക്രൂ ഒന്നുമില്ല, വലിയ സന്നാഹങ്ങളൊന്നുമില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാനൊക്കെ ഒന്ന് പിന്നോട്ട് വെച്ചു. പക്ഷെ ഇയാളുടെ ഈ സിനിമയോടുള്ള ഒരു ഭയങ്കര കടുത്ത പ്രേമം, അല്ലെങ്കിൽ സിനിമ മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരാളെ നിരാശപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ പങ്കെടുക്കാൻ പോയത്. പ്രതിഫലം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു സിനിമയായിട്ടുള്ള എനിക്ക് തോന്നിയത്, വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നൊരു സിനിമയായിട്ട് തോന്നിയത്. എന്തായാലും വേണ്ടത്ര മെഡിക്കൽ എന്താ പറയാ ബാക്കിംഗ് ഒന്നും ഇല്ലാതെ പോയത് കൊണ്ടാണ് ഈ ദുരന്തം സംഭവിച്ചെന്ന് തോന്നുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ ജോയ് മാത്യു പ്രതികരിച്ചത്. ശരി, താങ്ക് യു.